നമസ്കാരം. നമ്മൾ കണ്ണൂർ ജില്ലയിലെ പ്രമുഖ ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വളരെ കുറച്ച് ക്ഷേത്രങ്ങളാണ് പ്രാധാന്യമുള്ളത്. തൃച്ചംബരം, പിന്നെ നമ്മുടെ പറശ്ശിനിക്കടവ്, അങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. ഇപ്പോൾ കൊട്ടിയൂർ ക്ഷേത്രം ഉൾപ്പെടെയുള്ള രാജരാജേശ്വരം ക്ഷേത്രം, ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ കാര്യത്തിലേക്ക് കടക്കാം. ഈ കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം നമ്മുടെ കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുഴയായ വള്ളപട്ടണം പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓർമ്മിക്കുക, വള്ളപട്ടണം പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. നമ്മുടെ തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നും ഈ കണ്ണൂർ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലേക്ക്, മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ തെയ്യം കെട്ടി ആടുന്ന ആ ക്ഷേത്രത്തിലേക്ക് ധാരാളം സന്ദർശകർ, തീർത്ഥാടകർ പോകുന്നുണ്ട്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമായിട്ടാണ് മുത്തപ്പൻ, വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമായിട്ടാണ് മുത്തപ്പനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ ജാതി മതവ്യത്യാസമൊന്നും ഇല്ലാത്ത ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ആചാരങ്ങളോ ഒന്നുമില്ല. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രത്യേക രീതികളാണ് ഇവിടെ ഉള്ളത്. ബിംബാരാധനയോ നിത്യപൂജയോ നിത്യ ആരാധനയോ ഒന്നുമില്ല. കെട്ടിയാടുന്ന കോലങ്ങൾക്കാണ് പ്രാധാന്യം. കെട്ടിയാടുന്ന കോലങ്ങൾ, അത് ഓർമ്മിക്കുക. പിന്നെ ഒരു പ്രത്യേക സമുദായം, തീയ സമുദായം, ഈ തെക്കൻ കേരളത്തിൽ കാണാറില്ല, വടക്കൻ കേരളത്തിലുള്ള ഉള്ളൂ. ഇവിടുത്തെ ഈഴവ സമുദായത്തിന് തുല്യമാണെന്ന് തോന്നുന്നു. തെക്കൻ കേരളത്തിലെ ഈഴവ സമുദായം തുല്യമാണെന്ന് തോന്നുന്നു. തീയ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ ക്ഷേത്രത്തിലെ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഈ പൂജകളില്ല, അവിടുത്തെ അനുഷ്ഠാന കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം അവരാണ്. പ്രത്യേകിച്ച് നമ്മുടെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇവിടുത്തെ കാര്യങ്ങളെന്ന് ഓർമ്മിക്കുക. പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മുത്തപ്പൻ തെയ്യമാണ് പെരുവണ്ണാൻ മുത്തപ്പൻ. അപ്പോൾ പെരുവണ്ണാൻ മുത്തപ്പനുമായി അല്ലെങ്കിൽ പെരുവണ്ണാനുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ഏതെന്ന് ചോദിച്ചാൽ അത് പറശ്ശിനിക്കടവ് ക്ഷേത്രമാണ്. ചില മുത്തപ്പൻ ക്ഷേത്രം ചോദിക്കുകയുള്ളൂ, പറശ്ശിനിക്കടവ് ക്ഷേത്രം മാത്രമേ ചോദിക്കുകയുള്ളൂ. പിന്നെ ചുട്ട മത്സ്യവും പനങ്കള്ളും, മത്സ്യം ചുട്ടെടുത്തതും പിന്നെ പനങ്കള്ള് ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നിവേദ്യം. നമ്മുടെ മറ്റു ക്ഷേത്രങ്ങളെ പോലെ അല്ല, ഇവിടെ കുറച്ച് താഴ്ന്ന രീതികളാണ് ഇവിടുത്തെ. അതായത് മറ്റു ക്ഷേത്രങ്ങളിൽ ഈ ബ്രാഹ്മണ്യം ചിത്രീകരിക്കുന്ന രീതിയിലുള്ള ആചാരങ്ങളാവുമ്പോൾ ഇവിടെ സാധാരണക്കാരുടേതായിട്ടുള്ള തീയ സമുദായക്കാരുടേതായിട്ടുള്ള കൂടുതൽ അനുവർത്തിച്ച് വന്നിരുന്ന കാര്യങ്ങളാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട അനുഷ്ഠാനങ്ങളായി മാറിയിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ പറശ്ശിനി മടയിലെത്തുന്ന മടപ്പുരയിലെത്തുന്ന ഭക്തരെ മടയൻ്റെ അതിഥികളായിട്ടാണ്, ഈ മടയൻ എന്ന് വെച്ചാൽ ഇവിടുത്തെ ദേവൻ്റെ അതിഥികളായിട്ടാണ് കരുതുന്നത്. അവർക്ക് ചായയും പയറും തേങ്ങാപ്പൂളും എല്ലാം കൊടുത്ത് അവരെ സ്വീകരിക്കുന്നു. അവർക്ക് പ്രസാദമായി കൊടുക്കുന്നത് അതൊക്കെയാണ്: ചായ, പിന്നെ പയറ്, തേങ്ങാപ്പൂള്. അപ്പം ഇങ്ങനെയുള്ള പ്രസാദങ്ങളാണ് കൊടുക്കുന്നത്. പിന്നെ ക്ഷേത്രത്തിൽ ആരെ ശല്യപ്പെടുത്താനുള്ള നായകൾ ധാരാളം കാണാം. അതെല്ലാം ഈ മുത്തപ്പൻ്റെ നായാട്ട് നായ്ക്കളായിട്ടാണ് കരുതപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങൾ നോക്കുക. നമുക്ക് ഈ വള്ളപട്ടണം പുഴയുടെ തീരത്താണ്. പിന്നെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമായിട്ടാണ് മുത്തപ്പനെ ചിത്രീകരിക്കുന്നത്. ജാതി മത വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്ത ഒരു ക്ഷേത്രമാണ്, ഭേദമൊന്നും ഇല്ലാത്ത ക്ഷേത്രമാണ്. പിന്നെ കെട്ടിയാടുന്ന കോലങ്ങൾക്ക് പ്രാധാന്യം. മറ്റ് അനുഷ്ഠാന കർമ്മങ്ങളോ ആചാരകർമ്മങ്ങളോ മറ്റു ക്ഷേത്രങ്ങളൊന്നുമായിട്ട് വളരെ വ്യത്യസ്തമാണ് ഇവിടെ ഉള്ളത്. തെയ്യ സമുദായക്കാരാണ് ഈ കോല കെട്ടിയാടുന്നത്. പെരുവണ്ണാൻ മുത്തപ്പൻ്റെ കോലമാണ് ഏറ്റവും പ്രാധാന്യം. ചുട്ട മത്സ്യവും പനങ്കള്ളും ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നിവേദ്യം. ചെല്ലുന്നവരെ, അവിടെ എത്തുന്ന ഭക്തരെ അവിടുത്തെ അതിഥികളായിട്ട് കണ്ടിട്ട് ചായ, പയറ്, പിന്നെ തേങ്ങാപ്പൂളും എല്ലാം കൊടുത്താണ് പ്രസാദമായിട്ട് കൊടുക്കുന്നത്. മുത്തപ്പൻ്റെ നായ്ക്കളുടെ കാര്യം ഞാൻ പറഞ്ഞു. നമുക്ക് നോക്കാം. വള്ളപട്ടണം പുഴയുടെ തീരത്താണ് പറഞ്ഞു. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമായിട്ട് മുത്തപ്പൻ അറിയപ്പെടുന്നത്. ജാതിമത വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെയുള്ള എല്ലാവർക്കും പ്രവേശനമുണ്ട്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് രീതികൾ. കെട്ടിയാടുന്ന കോലങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം.
തെയ്യ സമുദായത്തിൽപ്പെട്ടവരാണ് അവിടുത്തെ കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. പെരുവണ്ണാൻ മുത്തപ്പൻ്റെ കോലമാണ് പ്രാധാന്യം. ചുട്ട മത്സ്യവും പനങ്ങളിലുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നിവേദ്യം. ഞാൻ പറഞ്ഞു, പറശ്ശിനിയുടെ മടപ്പുരയിലെത്തുന്ന ഭക്തരെ മടയൻ്റെ അതിഥികളായിട്ടാണ് കാണുന്നത്. അവർക്ക് ചായയും പയറും തേങ്ങാപ്പൂളും എല്ലാം പ്രസാദമായി നൽകുന്നു. ക്ഷേത്രത്തിലെത്തുന്നവരുടെ ശ്രദ്ധ നായ്ക്കളിലും പതിക്കാറുണ്ട്. ആർക്കും ഉപദ്രവമില്ലാത്ത നായ്ക്കൾ മുത്തപ്പൻ്റെ നായ്ക്കളാണ്. പിന്നെ പ്രധാനപ്പെട്ട ഉത്സവമാണ് പുത്തരി തിരുവപ്പന. അത് മറ്റ് പല ക്ഷേത്രങ്ങളിലും ഇല്ല. പുത്തരി തിരുവപ്പന എന്നറിയപ്പെടുന്ന ഒരു വിളവെടുപ്പ് ഉത്സവമാണ് ഇവിടെ വാർഷികമായി ആഘോഷിക്കുന്നത്. കൊട്ടിയൂർ ക്ഷേത്രം, നമുക്ക് അത് കൂടുതൽ എഴുതാനൊന്നുമില്ല, നമുക്ക് കാര്യത്തിലേക്ക് വരാം. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ പഞ്ചായത്തിലെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ്. ദക്ഷിണ കാശി എന്നും പലതും ക്ഷേത്രവും പറയാറുണ്ട്. അപ്പോൾ അതിൽ ഏത് ക്ഷേത്രമാണോ ഓപ്ഷൻ വരുന്നത് അതെടുത്ത് എഴുതിക്കൊള്ളാം. അപ്പോൾ ചിലപ്പോൾ തിരുനെല്ലി ക്ഷേത്രമായിരിക്കും വരുന്നത്. അപ്പോൾ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ക്ഷേത്രം, അത് ഈ 2 കൊട്ടിയൂരുണ്ട്. ഇക്കരെ കൊട്ടിയൂരും അക്കരെ കൊട്ടിയൂരും ഉണ്ട്. 2 പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. അതിൽ ഇക്കരെ കൊട്ടിയൂരിൽ നിത്യപൂജ സമ്പ്രദായമുള്ള ക്ഷേത്രമാണ്, നമുക്ക് എല്ലായ്പ്പോഴും പ്രവേശനമുള്ള ക്ഷേത്രമാണ്. എന്നാൽ അക്കരെ കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവം, അവിടെ ഈ ഉത്സവകാലത്ത് മാത്രം താൽക്കാലികമായി പന്തലൊക്കെ ഇട്ട് ഉള്ള വൈശാഖ മഹോത്സവം നമ്മളിന്ന് വലിയ ഫേമസ് ആണ്. വൈശാഖ മഹോത്സവ കാലത്ത് മാത്രമാണ് പൂജകൾ ചെയ്തു വരുന്നത്. മറ്റ് ക്ഷേത്രങ്ങളിലെ പോലെ ഈ അക്കരെ കൊട്ടിയൂരിലെ ശ്രീകോവിലോ നമസ്കാര മണ്ഡപമോ ഗോപുരമോ തിരുപ്പള്ളിയോ ഒന്നുമില്ല. ഉത്സവകാലത്ത് മാത്രം താൽക്കാലികമായി ഉണ്ടാക്കുന്ന ഒരു അറേഞ്ച്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. യാഗവേളയിൽ പർണ്ണശാലകളെ അനുസ്മരിപ്പിക്കുന്ന വിധം, നമ്മുടെ യജ്ഞം നടക്കുന്ന പർണ്ണശാലകൾ അനുസ്മരിക്കുന്ന വിധം ഓലയിലാണ് കെട്ടുന്നത്. പിന്നെ അതിൻ്റെ മണിത്തറയ്ക്ക് ചുറ്റിലുമായി സ്ഥിതി ചെയ്യുന്ന വൃത്താകൃതിയിലുള്ള ചിറ ഉണ്ട്. ഇതിനെ തിരുവഞ്ചിറ എന്നറിയപ്പെടുന്നു. അപ്പോൾ കൊട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉള്ള ചിറയുടെ പേരാണ് തിരുവഞ്ചിറ, കാര്യം ഓർമ്മിക്കുക. ഇനി തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വരൻ പെരുന്തൃക്കോവിലപ്പൻ ക്ഷേത്രം ആണ് നമുക്ക് അടുത്ത് പഠിക്കേണ്ടത്. ഇത് പ്രാധാന്യം വന്നത് കേരളത്തിൽ 108 ശിവാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. പിന്നെ ഇവിടുത്തെ ദേവനെ പല പേരിൽ അറിയപ്പെടുന്നു. വ്യാഴ ഭഗവാൻ, രാജരാജേശ്വരൻ, ചെല്ലൂർ നാഥൻ, ലക്ഷ്മി പുരേശൻ. എന്തൊക്കെയാണ്? വ്യാഴ ഭഗവാൻ, രാജരാജേശ്വരൻ, ചെല്ലൂർ നാഥൻ, ലക്ഷ്മി പുരേശൻ എന്നെല്ലാം ഈ തളിപ്പറമ്പ് തൃക്കോവിലപ്പൻ അറിയപ്പെടുന്നു. ഞാനിവിടെ ഈ അമ്പലം പറയാൻ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത പോയിൻ്റാണ്. സംസ്കൃത നാടകങ്ങളിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട കൂടിയാട്ടം ആദ്യമായി അരങ്ങേറിയത് ഈ ക്ഷേത്രാങ്കണത്തിൽ അറിയപ്പെടുന്നു. പുരാതനമായ ക്ഷേത്രമാണ്, നമുക്ക് ആ ഫോട്ടോ കണ്ടാലും മനസ്സിലാവും. കൂടിയാട്ടം ആദ്യമായി കെട്ടിയാടിയത് ഈ ക്ഷേത്രത്തിലാണെന്ന് കരുതുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത, അത്താഴ പൂജയ്ക്ക് ശേഷം മഹാദേവൻ പാർവതി സമേതനായിരിക്കുമ്പോൾ മാത്രമേ സ്ത്രീകൾക്ക് നാലമ്പലത്തിൽ പ്രവേശനമുള്ളൂ എന്ന പ്രത്യേകത. ഇപ്പോൾ സ്ത്രീകൾക്ക് എപ്പോഴും പ്രവേശനമില്ല. രാത്രി അത്താഴ പൂജ കഴിഞ്ഞ ശേഷം ദേവൻ പാർവതി സമേതനായിരിക്കുമ്പോൾ മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനം ഉള്ളൂ. അതുമാത്രമല്ല, ദേവിയുടെ പടിഞ്ഞാറേ നട ഒരിക്കലും അടയ്ക്കാറില്ല എന്നൊരു പ്രത്യേകത കൂടെ ഉണ്ട്. പ്രധാനപ്പെട്ട വഴിപാട് നെയ്യാണ്, അത് വലിയ പ്രാധാന്യമില്ല. പിന്നെ ഏറ്റവും പ്രാധാന്യം 4 വയസ്സ് തികയാത്ത കുട്ടികൾക്ക് ക്ഷേത്രത്തിനകത്ത് പ്രവേശനമില്ല. ആ കാര്യം ഓർമ്മിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, പെരുന്തൃക്കോവിലപ്പൻ്റെ പര്യായങ്ങളായിട്ടുള്ള പേരുകളാണ് വ്യാഴ ഭഗവാൻ, രാജരാജേശ്വരൻ, ചെല്ലൂർ നാഥൻ, ലക്ഷ്മി പുരേശൻ. പിന്നെ കൂടിയാട്ടം ആദ്യമേ അരങ്ങേറിയത് ഇവിടെയാണ്. അത്താഴ പൂജയ്ക്ക് ശേഷം ദേവൻ പാർവതി സമേതനായിരിക്കുമ്പോൾ മാത്രമേ സ്ത്രീകൾക്ക് നാലമ്പലത്തിൽ പ്രവേശനമുള്ളൂ എന്ന കാര്യം ഓർമ്മിക്കുക. പിന്നെ ദേവിയുടെ നട ഒരിക്കലും അടയ്ക്കാറില്ല. 4 വയസ്സ് തികയാത്ത കുട്ടികൾക്ക് ക്ഷേത്രത്തിനകത്ത് പ്രവേശനവും ഇല്ല. ഇനി മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം, മുഴക്കുന്ന് ദേവി. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കുന്ന് മുഴക്കുന്നാണ്. അതാണ് മുഴക്കുന്ന് ദേവി എന്ന് ദേവി ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ആകൃതി ഒരു മൃദംഗത്തിൻ്റെ ആകൃതി. നമ്മൾ ഇവിടെ ഈ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഭാവമല്ല, അല്ലാതെ സൈഡ് വ്യൂ ആയിരിക്കാം. മൃദംഗത്തിൻ്റെ ആകൃതി തോന്നുന്നതിനാലും പിന്നെ ഈ ദേവി, ഇവിടുത്തെ ദേവി സംഗീതത്തിൻ്റെ ദേവത ആണ് എന്നുള്ള പ്രത്യേകത കൊണ്ടും ഈ ക്ഷേത്രം മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം എന്ന ഈ ക്ഷേത്രത്തിൻ്റെ പേര് വന്നു. 108 ദുർഗാലയങ്ങളിലൊന്നാണിത്. പിന്നെ ഏറ്റവും പ്രാധാന്യം, ഈ ക്ഷേത്രം പറയാൻ തന്നെ ഏറ്റവും പ്രാധാന്യം, പഴശ്ശിരാജയുടെ പരദേവതാ സങ്കല്പം ഈ ക്ഷേത്രമാണ്. പഴശ്ശിരാജയുടെ
പരദേവതാ സങ്കല്പം ഈ ഭഗവതി ക്ഷേത്രത്തിനുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. നിസ്വാർത്ഥ ഭക്തിയോടെ ഇവിടെ എത്തി നെയ്വിള കത്തിച്ച് ദേവിയെ പ്രാർത്ഥിക്കുന്നവർക്ക് ഏത് ദുഷ്കരമായ കാര്യവും സാധിച്ചു കൊടുക്കുന്ന ഒരു മൂർത്തിയായിട്ടാണ് കരുതുന്നത്. പിന്നെ കൊട്ടാരക്കര തമ്പുരാൻ രാമനാട്ടത്തെ അടിസ്ഥാനമാക്കി കോട്ടയം തമ്പുരാൻ കഥകളി സൃഷ്ടിച്ചതും ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണെന്ന് വിശ്വാസം. അപ്പോൾ ഈ കോട്ടയം രാജാക്കന്മാർ അല്ലെങ്കിൽ കോട്ടയം തമ്പുരാനൊക്കെ അല്ലെങ്കിൽ അവരുടെ ആ ഭാഗങ്ങളിലുള്ളവർക്ക് ധാരാളം ഇവിടെ അധീന പ്രദേശങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കോട്ടയം തമ്പുരാൻ കഥകളി സൃഷ്ടിച്ചതും ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് എന്നാണ് വിശ്വാസം. ഭഗവതം, കിർമീരവധം, കല്യാണ സൗഗന്ധികം, നിവാദ കവച, കാലകേയവധം എന്നീ ആട്ടക്കഥകൾ രചിച്ചതും ഈ ക്ഷേത്രത്തിൽ വച്ചാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കലാകേന്ദ്രം കൂടിയായിരുന്ന കാര്യം ഓർമ്മിക്കുക. ഇനി മാടായിക്കാവ് ഭഗവതി ക്ഷേത്രം. മാടായിക്കാവ് കണ്ണൂർ ജില്ലയിലെ ചിറയ്ക്കൽ കോവിലകം. ഓർമ്മിക്കുക, കണ്ണൂരിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തറവാടായിരുന്നു അല്ലെങ്കിൽ രാജകുടുംബമായിരുന്നു ചിറയ്ക്കൽ കോവിലകം. ആ ചിറയ്ക്കൽ കോവിലകത്തിൻ്റെ പരദേവതയായിട്ട് കരുതുന്ന ക്ഷേത്രമാണ് ഈ മാടായിക്കാവിൽ അമ്മ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അത് ഓർമ്മിക്കുക. കണ്ണൂർ വാണിരുന്ന ചിറയ്ക്കൽ കോവിലകത്തിൻ്റെ പരദേവതയായിരുന്നു മാടായിക്കാവിലമ്മ. 12 മാസവും ഉത്സവമുള്ള ക്ഷേത്രമാണ്. വളരെ പ്രാധാന്യമുള്ളൊരു പോയിൻ്റാണ്. 12 മാസവും ഉത്സവമുള്ള ക്ഷേത്രമാണ് മാടായി ക്ഷേത്രം. മാടായിക്കാവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മറ്റൊരു വിശേഷമാണ് കാവ് പിടി എന്ന് പറയുന്നത്. അതിനുമുമ്പ് ഈ ഉത്സവം എല്ലാ മാസവും ഉണ്ടെന്ന് പറയുമല്ലോ. അപ്പോൾ എല്ലാ മാസവും ഓരോ ഉത്സവമാണ്. ഇപ്പോൾ കന്യമാസത്തിൽ ചാക്യാർ കൂത്ത്, തുലാമാസത്തിൽ കളത്തിരിപ്പാട്ട്, വൃശ്ചിക മാസത്തിൽ മണ്ഡലകാല ഉത്സവം, ധനുമാസത്തിൽ തിരുവാതിര ഉത്സവം, അങ്ങനെ ഓരോ മാസവും ഓരോ പ്രാധാന്യം വച്ചുള്ള ഉത്സവം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കാവ് പിടി. മാടായിക്കാവിനോട് ചേർന്ന് ഒഴുകുന്ന ചെമ്പല്ലിക്കുണ്ട് പുഴയുടെ ഭാഗങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള അതുപോലെ വയലപ്ര, വേങ്ങര എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ ചില പ്രത്യേക ദിവസങ്ങളിൽ മത്സ്യം പിടിക്കുന്ന ഒരു ആചാരമാണ് കാവുപിടി. അപ്പോൾ കാവുപിടി എന്ന് വെച്ചാൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണെന്ന് ഓർമ്മിക്കുക. പിന്നെ വലിയാരടി പൂജ പ്രധാനമാണ്. ചിക്കൻ പോക്സ് ഭേദമാകാൻ കുരുമുളക് നേദിക്കുന്ന ക്ഷേത്രമാണ് ഈ മാടായി കാവ് ക്ഷേത്രം. അപ്പോൾ ചിറയ്ക്കൽ കോവിലകത്തിൻ്റെ പരദേവതയായിട്ട് കരുതുന്ന ക്ഷേത്രമാണിത്. 12 മാസവും ഉത്സവമുള്ള ക്ഷേത്രമാണ്. ഇടവ മാസം അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് പെരുങ്കളിയാട്ടം. എനിക്ക് തോന്നുന്നു 12 വർഷമോ 14 വർഷത്തിലോ ഒരിക്കൽ മാത്രം ക്ഷേത്രങ്ങൾ നടക്കുന്ന ഒരു സംഭവമാണിത് ചില ക്ഷേത്രങ്ങളിൽ. ഇവിടെ ഇടവ മാസത്തിലാണ് ഇത് നടക്കുന്നത്, പെരുങ്കളിയാട്ടം. പിന്നെ കാവ് പിടി എന്നുള്ള ചടങ്ങ് ഓർമ്മിക്കുക. അത് ഏതൊക്കെ ഭാഗങ്ങളിലുള്ള ആൾക്കാർ നമ്മൾ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. വലിയാരടി പൂജ ശ്രദ്ധിക്കുക. പിന്നെ ചിക്കൻ ബോക്സ് നേദിക്കാൻ വേണ്ടി ഭേദമാകാൻ വേണ്ടി കുരുമുളക് നേദിക്കാൻ ക്ഷേത്രമാണെന്ന് ഓർമ്മിക്കുക. പിന്നെ തൃച്ചംബര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. സന്ദേശ സിനിമയിൽ ശ്രീനിവാസൻ പറയുന്ന ഒരു ക്ഷേത്രമാണ് തൃച്ചംബരം ക്ഷേത്രം, ശങ്കരാടിയുടെ പറയുന്ന ക്ഷേത്രം. കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കംസവധം കഴിഞ്ഞുള്ള ശ്രീകൃഷ്ണനാണ് ഇവിടെ പ്രതിഷ്ഠ. ഏകദേശം 12 വയസ്സോളം വന്നപ്പോഴാണ് 12-14 വയസ്സോളം എത്തിയപ്പോഴാണ് ഈ കംസനെ ശ്രീകൃഷ്ണൻ വധിക്കുന്നത്. ആ കംസവധം കഴിഞ്ഞുള്ള കൃഷ്ണനാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ. പിന്നെ കുംഭമാസത്തിലാണ് ഉത്സവമെങ്കിലും ഉത്സവത്തിന് ആനയില്ല. സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ടല്ല, ക്ഷേത്രം കണ്ടാൽ തന്നെ അറിയാം സാമ്പത്തിക ശേഷി ഉള്ള ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടുത്തെ ഉത്സവത്തിന് ആന പാടില്ല അല്ലെങ്കിൽ ആനയില്ല എന്നുള്ള പ്രത്യേകത. ഉത്സവത്തിൻ്റെ ഭാഗമായി നൃത്തോത്സവമുണ്ട്. അവസാന ദിവസത്തെ നൃത്തമാണ് കൂടിപ്പിരിയൽ. കൂടിപ്പിരിയൽ. ഇപ്പോൾ ഓർമ്മിക്കുക, കംസവധം കഴിഞ്ഞുള്ള കൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടുത്തെ ഉത്സവത്തിന് ആനയില്ല എന്ന പ്രത്യേകതയുണ്ട്. പിന്നെ കൂടിപ്പിരിയൽ എന്ന് പറയുന്ന നൃത്തോത്സവം നടക്കുന്ന ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. പിന്നെ ചെറിയൊരു കാര്യമാണ്, ഏഴിമല ശ്രീ ആഞ്ജനേയഗിരി കണ്ണൂർ ജില്ലയിലെ ഏഴിമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ, നമുക്ക് ഈ ഫോട്ടോയിൽ തന്നെ കണ്ടാലറിയാം, ഉയരം കൂടിയ നിൽക്കുന്ന രൂപത്തിലുള്ള ഹനുമാൻ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ നിൽക്കുന്ന രൂപത്തിലുള്ള ഹനുമാൻ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിൽ. പലയിടത്തും പൊതുവായിട്ടുണ്ടാവും. ക്ഷേത്രത്തിൽ നിൽക്കുന്ന പ്രതിമ ഉള്ളത് ഇവിടെയാണ് ഏറ്റവും ഉയരം കൂടിയത്. പിന്നെ കതിരൂർ സൂര്യനാരായണ ക്ഷേത്രം. ഇത് സൂര്യഭഗവാനും വിഷ്ണു ഭഗവാന്റെയും സംയുക്ത സങ്കല്പമുള്ള ക്ഷേത്രമായതുകൊണ്ടാണ് അപൂർവ ക്ഷേത്രങ്ങൾ ഒന്നായതുകൊണ്ട് ഇത് പറഞ്ഞത്. സൂര്യനാരായണ സങ്കല്പത്തിൽ പ്രതിഷ്ഠയുള്ള ഭാരതത്തിലെ അപൂർവ ക്ഷേത്രങ്ങൾ ഒന്നാണിത്. സൂര്യദേവൻ്റെയും വിഷ്ണുവിൻ്റെയും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഒരുമിച്ച് ലഭിക്കുന്നു എന്നുള്ള കാര്യം. പിന്നെ പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഏറ്റവും കൂടുതൽ അരി വെച്ച്
നമ്മൾ നിവേദ്യം ഉണ്ടല്ലോ, പായസം ആകുന്നത്, അങ്ങനെ ഏറ്റവും കൂടുതൽ അരി ചിലവാക്കി നിവേദ്യം വച്ചിരുന്ന ക്ഷേത്രം എന്ന് അറിയപ്പെടുന്ന ക്ഷേത്രമാണിത്. പിന്നെ ഇവിടെ മതസൗഹാർദ്ദം വിളിച്ചോതുന്ന ഒരു പ്രത്യേക ആചാരമെന്ന നിലയിൽ ഈ ക്ഷേത്രം തൃപ്പൂത്തരി എന്ന് പറയാൻ ദേവി രജസ്വലയാവുന്ന ദിവസമാണ്. അങ്ങനെയുള്ള ദിവസം ആവശ്യമായ പഞ്ചസാര കലങ്ങൾ കൊണ്ടുവരുന്നത് കോലത്തുള്ള ഒരു മുസ്ലിം തറവാട്ടുകാരാണ്. അപ്പോൾ മതസൗഹാർദ്ദം വിളിച്ചോതുന്ന ഒരു ക്ഷേത്രമാണ് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അവിടുത്തെ പ്രതിഷ്ഠ എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത കടലായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. ചിറക്കൽ ക്ഷേത്രം എന്നറിയപ്പെടുന്നു. ഇതിന് പ്രാധാന്യം വന്നത് മഹാകവി ചെറുശ്ശേരി കൃഷ്ണ ഭഗവാന്റെ ലീലകൾ പനയോലയിൽ പകർത്തിയത് ഈ ക്ഷേത്രത്തിലിരുന്നാണ് എന്ന വിശ്വാസം. അപ്പോൾ ചെറുശ്ശേരിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൃഷ്ണലീലകൾ പകർത്തിയത്, പിന്നെ കൃഷ്ണഗാഥ എന്ന കൃതിയിലുള്ള കൃഷ്ണലീലകൾ പകർത്തിയത് ഈ ക്ഷേത്രത്തിൽ ഇരുന്നാണെന്ന വിശ്വാസം. ഇവിടെ ഉപദേവന്മാർ ഇല്ല എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ടിപ്പുവിൻ്റെ കാലത്ത്, പടയോട്ട കാലത്ത് തകർന്നുപോയ ക്ഷേത്രം പണിയുകയും പിന്നീട് പുനഃപ്രതിഷ്ഠ ചെയ്യുകയും ചെയ്തത് കേരളവർമ്മ രാജയാണ് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ടിപ്പു തകർത്തു, കേരളവർമ്മ രാജ അത് പുനരുദ്ധരിപ്പിച്ചു. പിന്നെ ഉപദേവന്മാർ ആരുമില്ല. മഹാകവി ചെറുശ്ശേരി കൃഷ്ണ ഭഗവാൻ ലീലകൾ പനയോലയിൽ പകർത്തിയത് ഈ ക്ഷേത്രത്തിലാണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ണൂർ ജില്ലയിൽ ഇത് അമിതമായ പ്രാധാന്യമില്ലാത്തതുകൊണ്ടാണ് എടുത്ത് കൂടുതൽ പറയാത്തത്. അടുത്തിനി കാസർഗോഡ് ജില്ല കാണുന്നവരെ ഗുഡ് ബൈ.